ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ചൂരൽമല വെള്ളാർമല സ്കൂളിൻ്റെയും മുണ്ടക്കൈ LP സ്കൂളിൻ്റെയും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മേപ്പാടി ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചെറിയൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. കുട്ടികളെല്ലാവരും ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് വേറെ വേറെ പ്രദേശങ്ങളിൽ താമസിക്കുന്നത് കാരണം 3 KSRTC ബസ്സിലായിട്ടാണ് മക്കളെല്ലാവരും സ്കൂളിലേക്ക് എത്തിച്ചത്. ഈ സമയത്ത് ഒരു 9:30 ആയപ്പോൾ തന്നെ എല്ലാ മക്കളും സ്കൂളിലെത്തി. സ്കൂളിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് അവർ ബസ്സിൽ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് അവർ സ്കൂളിൻ്റെ അവിടെ എത്തിയത്. ഒരു ടൂർ പോകുന്ന പ്രതീതിയോട് കൂടിയിട്ടാണ് എല്ലാ മക്കളും ഹൈസ്കൂളിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് മേളം, പിന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് കാരണം വേഗം സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മക്കളോടൊക്കെ വേഗം പോകാൻ പറഞ്ഞതിലുള്ള ചെറിയൊരു തിരക്കാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മക്കൾക്ക് മധുരം കൊടുത്ത് സ്വീകരിച്ചു.
ആദ്യം തന്നെ അനുശോചനത്തോടെ മറന്നുപോയ നിറമുള്ള സ്വപ്നങ്ങളെ നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. കുഞ്ചിനുമട്ടം മുണ്ടക്കൈ ശ്രീ കേളു അവർക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ ബിന്ദു, ബഹുമാനപ്പെട്ട കൽപ്പറ്റ ബ്ലോക്ക് പ്രസിഡന്റ്. പുനഃപ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന സ്ഥാനത്തേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പാഠപുസ്തക വിതരണം ഇവിടെ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദീഖ് അവர்களാണ്. ബഹുമാനപ്പെട്ട MLA ഈ ചടങ്ങിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. യൂണിഫോം ബഹുമാനപ്പെട്ട സ്കൂൾ ഗ്രാൻഡ് വിതരണം ഇവിടെ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട IT ലാബിന്റെ ഉപകരണ വിതരണം ഇവിടെ നിർവഹിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രിക കൃഷ്ണൻ അവർക്കാണ്. ബഹുമാനപ്പെട്ട ഈ 3 സ്കൂളിലെയും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, ബഹുമാനിയായിട്ടുള്ള കേരളത്തിൻ്റെ ദുരന്തശേഷം ഒരു മാസക്കാലമായി അതിജീവനത്തിന്റെ ഓരോ പാഠവും നാം അഭ്യസിച്ചിരിക്കുകയാണ്. ദുരന്ത മേഖലയിലെ ആവശ്യമായ ബ്രിഡ്ജ് മെറ്റീരിയലും വിദ്യാഭ്യാസമൊക്കെ തയ്യാറാക്കി. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയും ഡയറ്റിനായി പ്രത്യേക പ്ലാൻ തയ്യാറാക്കി. ദുരന്തമുഖത്ത് മറച്ചുപോയ കുട്ടികൾക്ക് പിന്തുണയ്ക്കുവാൻ സൈക്കോ സോഷ്യൽ പിന്തുണ പരിപാടികൾ ഏർപ്പെടുത്തും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ അധ്യാപകർക്കും
രക്ഷിതാക്കൾക്ക് ഇതിന് GVHSS വെള്ളാർമലയെ പ്രതിനിധിച്ചു 3ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹസീബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നടക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സർക്കാർ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്ന് ഞങ്ങൾ മാത്രം അഭിമാനിച്ചാൽ പോരാ, നിങ്ങൾ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. നാളിതുവരെയായി വിവിധ തരം ഏജൻസികളുടെ ഫണ്ടിംഗ് ഏജൻസികളുടെ സഹായത്തോടുകൂടി 10,65,00,000 MLA-മാർ ഇങ്ങനെയാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് എന്നതിന്റെ മാതൃകയായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. അവരെ ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് പോരാടേണ്ടത്. ഇങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഈ വഴിയുള്ള സഞ്ചാരത്തിലൂടെ വയനാട് കേരളത്തിന്റെ ഉജ്ജ്വല വികസന മാതൃകയുടെ ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി GLPS മുണ്ടക്കൈ ഗവൺമെന്റിന് വേണ്ടി ഏർപ്പെടുത്തുന്നു. നേരത്തെ പെട്ടെന്ന് മാറിപ്പോയതാണ്. ദയവായി ക്ഷമിക്കണം. കിറ്റ് നൽകുന്നതിനായി MLA T. സിറ്റി കവർവളയെയും കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി GVHS വെള്ളാർമല 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിയാസ് K. ക്ഷണിക്കുന്നു. ഇന്ന് ജില്ലയിൽ രാജമിനിസ്റ്ററുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പുനഃപ്രവേശന ഉത്സവം നടത്തണം എന്ന് ഞങ്ങൾ നിർബന്ധപൂർവം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ച സമയത്ത് അത് ഏറ്റെടുത്ത് അതിനെ മനോഹരമാക്കി മാറ്റാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തോടുകൂടി നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകി മുന്നോട്ട് പോകുന്ന ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകൾ, പ്രിയപ്പെട്ട AK ശശീന്ദ്രൻ ക്ഷണിക്കുന്നു. വയനാട് NSS വോളണ്ടിയേഴ്സ് നൽകുന്ന യൂണിഫോം സ്വീകരിക്കുന്നതിനായി GHSS മേപ്പാടിയെ പ്രതിനിധിച്ചുകൊണ്ട് +2 കൊമേഴ്സ് വിദ്യാർത്ഥിനി അനഘ KB യെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരിയ്ക്കുന്നത് കൊണ്ട് നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളാണ്. അതിലൊരു 3-4 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊരു ചെറിയ ആദരവ് തുടങ്ങിയത് ആ ക്വിസിൽ പോയി സമ്മാനം നേടിയ ആ മിടുക്കനായ വിദ്യാർത്ഥിയിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അപ്പൊ നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് തോറ്റു കൊടുക്കാൻ പറ്റുന്നവരല്ല. നമ്മൾ ഒന്ന് ചെറുതായി പതറിപ്പോയി, തോറ്റിട്ടില്ല. ആ പതർച്ചയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരും, ഗംഭീരമായി നമ്മൾ അതിജീവിക്കും. ഒരു കാര്യം നമ്മളെല്ലാവരുടെയും നമ്മൾ പറയുന്നു, നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരും. മണ്ണോട് ചേർന്ന മനുഷ്യനൊഴികെ ബാക്കി മുഴുവൻ നമ്മൾ തിരിച്ചു പിടിക്കും. ഈ ഭൂമിയിൽ മുണ്ടക്കൈയും ഒരു നാൾ മുണ്ടക്കൈയും ചൂരൽമലയും അവന്റെ പേരിൽ ഈ നാട് അറിയപ്പെടുന്ന ഒരു ദിവസം വരുമ്പോഴാണ് ഈ നാട് യഥാർത്ഥത്തിൽ അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്താൻ പോകുന്നത്. ആ കുട്ടി പഠിക്കുന്നത് വരെ അവനോടൊപ്പം നമ്മൾ നിൽക്കും, അവനോടൊപ്പം നമ്മൾ നിൽക്കും, പഠിപ്പിക്കും. ദുരന്ത ഭൂമിയുടെ അതിജീവനത്തിന്റെ കഥയിൽ
വാലങ്ങൾക്കപ്പുറം വലിയ നേട്ടങ്ങളുടെ കഥകൾ കൂടെ മുണ്ടക്കൈക്ക് പറയാനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എൻ്റെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളാണ്, മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികളാണ്. 29-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളോടൊപ്പം സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് എനിക്കും അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാം. ഇന്ന് വന്ന MLA പറഞ്ഞതുപോലെ ബസ്സിൽ ഗംഭീരമായ പാട്ടുകാരാണ്, നാടൻ പാട്ടും എല്ലാം പാടി അതിഗംഭീരമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ സൗകര്യം ഉണ്ടാവും, എല്ലാ കാര്യവും ഉണ്ടാവും. ഉറപ്പായി നമുക്ക് അതിജീവിക്കണം. മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് ദുരന്തത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ള നാടിന്റെ പേരല്ല, ഈ കുട്ടികളുടെ പേരിൽ ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രൗഢമായ നാടിന്റെ പേരാണ്. ഒരു നാടിനെ ചേർത്ത് പിടിച്ച വെള്ളാർമല സ്കൂള് കാലത്തിൽ മറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതേ പേരിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അതിനേക്കാൾ മനോഹരമായി GLPS മുണ്ടക്കൈയും വെള്ളാർമല സ്കൂളിന്റെ ബോർഡ് ഒരു നാൾ നിങ്ങൾക്ക് മുമ്പിൽ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൈപിടിച്ച് ആ പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ നമ്മൾ ഈ പ്രവർത്തനം തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. തോറ്റവരല്ല, ജയിക്കാനായി ജയിച്ചവരാണ് വയനാട്ടുകാർ. നമ്മൾ ജയിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, PTA പ്രസിഡന്റ് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂൾ ഗ്രാന്റ് ഏറ്റുവാങ്ങുന്നതിനായി GLPS മുണ്ടക്കൈയിലെ HM, PTA പ്രസിഡന്റ് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂൾ ഗ്രാന്റ് ഏറ്റുവാങ്ങുന്നതിനായി സ്കൂൾ ഗ്രാന്റ് ഏറ്റുവാങ്ങുന്നതിനായി GHSS മേപ്പാടിയിലെ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, PTA പ്രസിഡന്റ് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. GLPS മേപ്പാടിയിലെ സ്കൂൾ ഗ്രാന്റ് ഏറ്റുവാങ്ങുന്നതിനായി പ്രധാനാധ്യാപിക, PTA പ്രസിഡന്റ് എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. GLPS മുണ്ടക്കൈയിലെ സ്കൂൾ ഗ്രാന്റ് ഏറ്റുവാങ്ങുന്നതിനായി പ്രധാനാധ്യാപിക, PTA പ്രസിഡന്റ് എന്നിവരെ GLPS ഇനി മുതൽ മേപ്പാടിയിലെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കെട്ടിടത്തിലാണ് മുണ്ടക്കൈൻ്റെ LPS സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത്. ഇവിടെ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th വരെയാണ് ഇവിടെ കുട്ടികൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനുള്ള ടേബിള്, ചെയർ, അങ്ങനത്തെ സജ്ജീകരണമൊക്കെ ഇവിടെ റെഡിയാണ്. LKG, UKGയിലെ അതിനുള്ള ടോയ്സ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഗവൺമെൻറ് ആദ്യം റെഡിയാക്കിയിരുന്നു. അവിടെ കുട്ടികൾ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ പഠനോപകരണങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ് മുറികളും അതും ഒക്കെ അതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു.